ശ്രീമദ് മഹാഭാരതം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനം ഉരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചസ്സരോജമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യേന കേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഹ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രദ്യംസിന ശ്രേയസേ. ജടയും വൽക്കലയും ധരിച്ചു പാണ്ഡവന്മാർ അടവികളും പല നദിയും ഗിരികളും കടന്നു പോന്നിങ്ങേ ഇങ്ങേ ഇങ്ങകച്ചക്രയാം ഗ്രാമം പൂക്കാർ നടന്നാരവിടെയും ഭിക്ഷ ഭിക്ഷയേറ്റു ഭിക്ഷയേറ്റൊട്ടുകാലം പുത്രനും പത്നിയും താനും പുത്രഭാര്യയും കൂടി പെട്ടതും ദുഃഖിക്കുന്ന വിപ്രന്റെ ഗൃഹം തന്നിൽ കുന്തിയും ചെന്നു കേട്ടോൾ എന്തിനു ശോകമെന്നു സന്താപത്തിൻ്റെ മൂലം അറിയിച്ചാൻ. ഭഗനെന്നൊരു നിശിചരനു ഉണ്ടവൻ വന്നു സകല ജനത്തെയും ഭക്ഷിപ്പാൻ ഒരുമ്പെട്ടാൻ. അതിനാൽ ഗ്രാമത്തിങ്കലുള്ളോരു ഞങ്ങളെല്ലാം അധികം ദുഃഖം പൂണ്ടു സമയം ചെയ്തു ഉന്നം ഒരു നാൾ തന്നെയൊക്കെ മുടിച്ചു കളയേണ്ട പെരികെ നാളേക്കുള്ള പൊറുതിയുണ്ടാക്കിയിടാം. ഓരോരോ ദിനം ഞങ്ങൾ നീ വാഴും മനത്തിങ്ക ഓരോരോ പുരുഷന്മാരങ്ങു വന്നിടാമല്ലോ എന്നത് കേട്ട് ബഹൻ എന്നോടുര ചെയ്താൻ. അന്നവും വേണം എനിക്ക് 1000 നാഴിയരി വെച്ചൊരു 100 കുടം നൽകണം. രസാളയും പച്ചമാംസവും വേണ ഈ 2 പോത്തും നിത്യം ദൃഷ്ടമായുണ്ണാനിന്നു കൊണ്ടുവന്നോരു പുമാൻ മുട്ടാതെ തന്നിടുകിൽ മതിയെന്നറിഞ്ഞാലും എങ്കിലെങ്ങനെയാമെന്നവനോടു ഉര ചെയ്തു. സങ്കടത്തോട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ന്യായം. ഇന്നലെയോളമിത്തം ചൊന്നിതോ മുട്ടാതെ കണ്ടിന്നിനി ഇവിടെ നിന്നൊരുവൻ പോയിടണം. ഭുക്തവും രസാളവും പോത്തുമുണ്ടായതേനി പുത്രനെ അയക്കെന്നതോർത്തേറ്റം ദുഃഖം താനും. ഞാൻ പോയിലിവർക്കു എല്ലാ ആശ്രയമേതും കാമ്പിലുള്ളടലെന്തു ചൊൽവതോ ദൈവമല്ലോ. പോകാഞ്ഞാൽ ഞാൻ മൂലമായി ഗ്രാമവും മുടിഞ്ഞു പോം. വേകുന്നു ചിത്തമിവ ഓർത്തിനിക്കയ്യോ പാപം. ഭൂദേവൻ പറഞ്ഞതു കേട്ടു കുന്തിയുമപ്പോ കുന്തിയുമപ്പോൾ ആതുരയാളല്ലോ കാരുണ്യമേറുകയാൽ. പ്രാണികൾ വിഷയമുള്ളോരനുകമ്പ കൊണ്ടും കേണുകേണമായിരിക്കുന്നതും കണ്ടു കുന്തി ചേതസി നിരൂപിച്ചു ഭൂസുരനോടു ചൊന്നാൾ. ഖേദിക്ക വേണ്ട, ഞാൻ സങ്കടം തീർപ്പാനല്ലോ പുത്രനായൊരുത്തനെയുള്ളൂ. ഭവാനിപ്പോൾ പുത്രന്മാർ 5 പേരുണ്ടെനിക്കെന്നറിഞ്ഞാലും ഇന്നു ഞാൻ ഒരുത്തനെ നിങ്ങൾക്കു ദുഃഖം തീർപ്പാൻ തന്നിടുന്നതുമുണ്ടോ നിർണയം. കരയേണ്ട, നന്നാകാമേലിൽ നിന്ന് കൊന്നഴി എനിക്കൊന്നും തന്നിടുവതിയനില്ലെന്നുര ചെയ്തതു വിപ്രൻ.
മകന്റെ വൃത്താന്തങ്ങൾ അറിഞ്ഞു കുന്തി ദേവി മകന്റെ കയ്യാലതു തീർപ്പാനായി നിരൂപിച്ചാൾ. ഭീമസേനനെ വിളിച്ചുര ചെയ്തിതു കുന്തി, ഭീമനാം നിശാചരൻ തന്നെ നീ കൊൽക വേണം. ഭൂമി പാലക കുലധർമ്മമാകുന്നതെല്ലാം ഭൂമിദേവന്മാരെ പാലിപ്പിക്കണമെന്നതല്ലോ. ഗ്രാമത്തെ കൂടെ പരിപാലിച്ചാൽ നമുക്കിനി കാമത്തെ സാധിച്ചിടാമില്ല സംശയമേതും. ഭീമനുമെങ്കിൽ ചോറും കറിയും തരീകെന്ന ആമോദത്തോടു കൊളുത്തിടിനാൻ ഭൂദേവനും കൗന്ദേയനതു കൊണ്ടു കാന്താരമകം പൂക്കൂ. താൻ തന്നെ ഭുജിക്കുന്ന നേരത്തു നിശാചരൻ ക്രുദ്ധനായി അണഞ്ഞതു കണ്ടു മാരുതീതാനും ബദ്ധകോപത്തോടൂണും കഴിച്ചു വേഗത്തോടെ ഘോരമായി പോരെന്തിതു പറയുന്നു മാരുതി ഭഗൻ തന്നെ കൊന്നാനെന്നറിഞ്ഞാലും